വിവരം പറഞ്ഞു. വീട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ തങ്ങളുടെ നാട്ടിലെ മഹല്ലിലെ അവരുടെ ആളുകളുടെ നേതാവായ ഖതീബായ ഇമാമായ മഹാനവറുകളെ വിളിച്ചു ചോദിച്ചു, കണ്ണേർ പറ്റോ ഫലിക്കോ, എന്താ അവസ്ഥ? അദ്ദേഹത്തിന്റെ പ്രതികരണം, പറ്റും ഫലിക്കും. എന്താണ്? ഹദീസുണ്ട്. എന്താ പ്രതിവിധി? പ്രതിവിധി നിശ്ചയിച്ചു കൊടുത്തു. ഇയാൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, അല്ല സുഹൃത്തെ, ഒരു കുട്ടിക്ക്, ഒരു പുരുഷന്, ഒരു ആണിന് ഒരു രോഗമുണ്ടായാൽ ആ രോഗം കണ്ണേർ തട്ടിയതാണ് എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? മനസ്സിലാക്കാനുള്ള മാർഗം എന്താ? വേറെ പല രോഗങ്ങളും മനസ്സിലാക്കാൻ മാർഗമുണ്ട്. എക്സ്റേ ഉണ്ട്, ECG ഉണ്ട്, സ്കാനിംഗ് ഉണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്നാൽ കണ്ണേർ തട്ടിയതാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? മഹാനവറുകളുടെ പണ്ഡിതന്റെ ഖതീബിന്റെ മറുപടി, അത് ഗൈബിയായ വിവരമാണ്. കണ്ണേർ തട്ടിയത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ? എങ്ങനെ? ഗൈബിയായ അദൃശ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇയാൾ തിരിച്ചു ചോദിച്ചു, നമ്മുടെ നാട്ടിൽ മനുഷ്യ സമൂഹത്തിൽ അദൃശ്യമറിയുന്ന ആരാണുള്ളത്? ഗൈബ് അറിയുന്ന ആരാണുള്ളത്? ഉസ്താദ് കൊയങ്ങി, നേതാവ് കൊയങ്ങി. മൂപ്പർ പ്രതികരിച്ച എന്താ അറിയോ? ഈ സർക്കാരില് തീന്റെ വളയമുണ്ടാക്കി അതിന്റെ അകത്തുകൂടെ സിംഹത്തെ കടത്തിവിടുന്ന പോലെ, ചാടിക്കുന്ന പോലെ നിങ്ങൾ എന്നെ ചാടിക്കാൻ ശ്രമിക്കാണ് എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെക്കാൻ നോക്കണം. ഇയാൾ പറഞ്ഞു, 3/4 മണിക്കൂർ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉത്തരമില്ല. അവസാനം തൊട്ടടുത്ത മഹല്ലിലെ ഇവരുടെ തന്നെ ഖതീബിനെ സമീപിച്ചു. അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞ എന്താ? കണ്ണേർ ഫലിക്കും, തട്ടും. തട്ടിയാൽ എന്താ പ്രതിവിധി? അതാണ് ഏറ്റവും രസം. തട്ടിയാൽ പ്രതിവിധി ആരുടെ കണ്ണാണോ തട്ടിയത്, ആരുടെ കണ്ണേറാണോ തട്ടിയത്, അയാൾ കുളിച്ച വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഒതുവെടുത്ത വെള്ളം കൊണ്ട് ഈ കണ്ണേർ തട്ടിയ കുട്ടിയെ കുളിപ്പിക്കണം. യാഥാസ്ഥികർ മുടി കഴുകിയ വെള്ളമേ കൊടുക്കുന്നുള്ളൂ. നവയാഥാസ്ഥികർ ഉടലോടെ കഴുകിയ വെള്ളമാണ് കൊടുക്കുന്നത്. തിരുത്തിയതല്ല, മാറ്റിപ്പറഞ്ഞതല്ല, പിൻവലിച്ചതല്ല, ഏറ്റവും പുതിയത്. എന്റെ കയ്യിലുള്ളത് ഈ വിഭാഗം സൗദി അറേബ്യയിലെ മലയാളികൾക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കിലെറ്റാണ്. ഈ ബുക്കിലെറ്റിൽ ഈ കണ്ണേറും അതിന്റെ പ്രതിവിധിയും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കണ്ണേറും അതിന്റെ പ്രതിവിധിയും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രതിവിധിയിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യവും, ആരുടെ കണ്ണേറാ തട്ടിയത്, അയാളെ കൊണ്ട് ഒതുവടിപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിക്കണം. എങ്ങനെയാണ് അത് മനസ്സിലാവുക? ഇന്നാളെ കണ്ണാ തട്ടിയത് എങ്ങനെ മനസ്സിലാവുക? അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം ബുദ്ധി ജിദ്ദലിച്ച് പോരണമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ, ആരുടെ കണ്ണ് തട്ടി, അതെങ്ങനെ അറിയും? ചോദിക്കരുത്. അങ്ങനെ ഒരുത്തനെ അറിഞ്ഞാൽ അവന് കുളിച്ച ഒതുവെടുത്ത വെള്ളത്തിന് കാത്തിക്കോ, അതല്ല അവന്റെ കണ്ണ് അടിച്ചു പൊട്ടിക്കോ. അതിന് ഇസ്ലാമിക ഭരണമൊന്നും വേണമെന്ന് ആരും ആലോചിക്കൂല. അപ്പോ അങ്ങനെയുള്ള ഒരുത്തന്റെ കണ്ണടിച്ചു പൊട്ടിക്കാന്നല്ലാതെ അതെല്ലാത്തൊരു മാർഗത്തെ കുറിച്ച് ആലോചിക്കില്ല. അതവസ്ഥ. എന്നിട്ട് അവൻ കുളിച്ച, അവൻ ഒതുവെടുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെയുള്ളവരെ കുളിപ്പിച്ച് തീരില്ല, ഇതൊന്നും തീരൂല. അന്ധവിശ്വാസങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുക. ഈ മഞ്ചേരിയിൽ ഞങ്ങൾ പറയുമ്പോ ഇതിന്റെ തൊട്ടടുത്തുള്ളൊരു കേന്ദ്രമുണ്ട്. ഞങ്ങളുടെ വിയർപ്പിന്റെ കണങ്ങളുള്ള, ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഉപ്പുരസമുള്ള, ഞങ്ങളുടെ സമ്പത്തിന്റെ മികവുള്ള ഒരു സ്ഥാപനം, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്ഥാപനം. അതിന്റെ അകത്താണ് ഈ കുത്തിത്തിരിപ്പുകൾ, ഈ ഫസാദുകൾ, ഈ അന്ധവിശ്വാസങ്ങൾ, ഈ അനാചാരങ്ങൾ ഇന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിസ്മരിക്കാതിരിക്കുക. അവിടെ നടന്നിരിക്കുന്ന ഒരു കുടുംബ കാസി അവസാനം സഹോദരിമാർ ചോദിച്ചല്ലോ, സിഹിർ ഫലിക്കുന്നു മനസ്സിലായി, എന്താ പ്രതിവിധി? എന്താ ഉസ്താദിന്റെ പ്രതികരണം? അൽഹംദുലില്ലാഹ്, തൗഹീദ് അംഗീകരിച്ചവർ സിഹിർ ഫലിക്കുമെന്ന് ഉൾക്കൊണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. നഊദു ബില്ലാഹ് എന്ന് പറയേണ്ട സമയത്താണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ആധുനിക നവ ഹദീസ് പണ്ഡിതന്മാർ. ആലോചിക്കുക, എവിടൊക്കെ പോയത്? ഇതൊന്നും പഴയതല്ല. തിരുത്തിയെന്ന് വിചാരിച്ചവർക്ക് തെറ്റി. പുതിയത് ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും 2 ആഴ്ചകൾക്ക് മുമ്പുമൊക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നടന്നത് തീർന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിലെ ബഹുമാനപ്പെട്ടവരുടെ മിമ്പർ ഈ പഴയ അന്ധവിശ്വാസങ്ങൾ മുഴുവനും വിളമ്പിയിട്ട് ഇറങ്ങിയത്. മുഴുവനും എല്ലാ ജിന്നും എല്ലാ ശൈത്താനും
ജിന്നും ശൈത്വാനും മുതൽ പല്ലി വരെയുള്ള വിഷയങ്ങൾ സമർത്ഥിച്ച് മിമ്പർ വിടുമ്പോ ആളുകൾ വിചാരിക്കുന്നു ഇതൊക്കെ തിരുത്തിയതല്ലേ, ഇതൊക്കെ പിൻവലിച്ചതല്ലേ, എന്തിനാണ് ഇപ്പോഴും പറയുന്നത്? എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പറയുന്ന ആളുകളെ, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ അവനവന്റെ നോട്ടീസിന്റെ വാലറ്റ് നിന്ന് എന്തുകൊണ്ട് മാറിയില്ല, എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടില്ല? ഞാനതാ പറഞ്ഞത്. നോട്ടീസിൽ 3 ആളെ പേരുണ്ട്. ആരാ പ്രസംഗിക്കാന്ന് ഹെഡിങ് ഒക്കെ മനസ്സിലാവുന്നു. മനസ്സിലായല്ലോ? ആലോചിച്ചോളൂ, ആളുകൾ എത്ര കാലം പിടികളാക്കാൻ പറ്റും? ആദർശ വ്യതിയാനമെന്ന ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തെ 10,000-കണക്കിന് പ്രവർത്തകന്മാരെ ഒരൊറ്റ രാത്രിയുടെ ഗൂഢാലോചനയുടെ ഫലമായി നേരം പുലരുമ്പോൾ പിരിച്ചുവിടുവാൻ ധൈര്യം കാണിച്ചിരിക്കുന്ന ആളുകൾക്ക് 3-4 ആളുകളാണ് ഇന്ന് ഇതിന്റെയൊക്കെ വക്താക്കൾ എങ്കിൽ അവരെ പിരിച്ചുവിടുവാനും പിടിച്ചു കൊട്ടുവാനും ഉള്ള പ്രശ്നം എന്താണ് അവർക്കുള്ള ബുദ്ധിമുട്ട്? കയ്യിന് കരുത്തില്ലാതെ പോയോ? കായിക ബലമില്ലാതെ പോയോ? സാമ്പത്തിക സ്രോതസ് നഷ്ടപ്പെട്ടോ? അതല്ല മറ്റു വല്ല പ്രശ്നങ്ങളും അകത്തുണ്ടോ? ആലോചിക്കുക. ആദർശ വ്യതിയാനം എന്ന ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ എത്രമാത്രം അപകടപ്പെടുത്തി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എന്തെല്ലാം ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കി. ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്താ? ഞാൻ സാധാരണ ഇതിലേക്ക് ചേർത്ത് വെക്കാറുള്ള ഒരു കഥ പറയട്ടെ. ഒരു ആചാരി അയാൾ ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. ഡോക്ടറെ കാണുന്നത് ഭാര്യയ്ക്ക് ചികിത്സയേറ്റ. എന്താ ഭാര്യന്റെ പ്രശ്നം? ഭാര്യയ്ക്ക് ചെവി കേൾക്കൂല. ചെവി കേൾക്കാത്ത ഭാര്യയ്ക്ക് മരുന്നിന് വേണ്ടി വന്നാണ് ആചാര്യൻ. ഡോക്ടർ ചോദിച്ചു, ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ രോഗിയെ നേരിട്ട് കിട്ടാതെ ചെവിയിൽ കണ്ട മരുന്നൊന്നും ഒഴിക്കാൻ പറ്റൂല, ഉള്ള കേൾവി ഇല്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ രോഗിനെ കൊണ്ടുവരണം. ഇദ്ദേഹം പറഞ്ഞു, അതെന്തായാലും കഴിയില്ല. എന്നാല് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അകലം പാലിച്ച് വിളിച്ചു നോക്കുക. അകലം പാലിച്ച് ഇങ്ങനെ വിളിക്കുക. എത്ര ദൂരം നിന്ന് വിളിച്ചാലാണ് കേൾക്കുക അത് നോട്ട് ചെയ്യുക. എന്നിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ മരുന്ന് തരാം. അങ്ങനെ ഇയാൾ പോയി വീട്ടിന്റെ മുറ്റം തന്നെ വിളി തുടങ്ങി, ആമിന കുട്ടിയെ എന്താ രാത്രി കഴിക്കാനുള്ളത്? യാതൊരു ഉത്തരവും കേൾക്കണില്ല. മൂപ്പർക്ക് മനസ്സിലായി ഇത്ര ദൂരം നിന്ന് വിളിച്ചാൽ കേൾക്കൂല. അകത്തേക്ക് കയറി വീണ്ടും വിളിച്ചു, ആമിന കുട്ടിയെ എന്താ രാത്രി കഴിക്കാനുള്ളത്? അപ്പോഴും വിളിയൊന്നും ഉത്തരൊന്നും കേൾക്കുന്നില്ല. അയാൾക്ക് മനസ്സിലായി ഇത്ര ദൂരം വിളിച്ചാലും കേൾക്കൂല. അവസാനം അടുക്കളയ്ക്ക് ഇറങ്ങി. അവിടുന്ന് വിളിച്ചു, ആമിന കുട്ടിയെ എന്താ കഴിക്കാനുള്ളത്? കേൾക്കണില്ല. അവസാനം അടുത്ത് ചെന്ന് ആമിനക്കുട്ടിയുടെ ചെവിയിലേക്ക് ചുണ്ടങ്ങ് വെച്ചിട്ട് ചോദിച്ചു, ആമിന കുട്ടിയെ എന്താ രാത്രി കഴിക്കാനുള്ളത്? മുപ്പത്തിരി തിരിഞ്ഞെന്ന് പറഞ്ഞു, ഈ പൊട്ടൻ കാക്ക എത്ര നേരായി ഞാന് ചപ്പാത്തി 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 തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാ പൊട്ടൻ? ആചാരോ ആമിനക്കുട്ടിയോ? ഇതവിടെ സംഭവിച്ചത്. ആദർശ വ്യതിയാനം ആരോപിച്ച് 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 ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ എന്താണ് ആദർശമെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ചില ആൾക്കാർ പറഞ്ഞല്ലോ, നട്ടലിന്റെ സ്ഥാനത്തൊരു വായനാര് പോലും ഇല്ലാത്ത ആളുകൾ. എന്താ ആദർശം? ഏതാ ആദർശം? എവിടെയാ ആദർശം? എന്താ ബാക്കിയുള്ളത്? ഏകദൈവ ആരാധനയുടെ കടക്കൽ കത്തിവച്ചു, തൗഹീദിന്റെ കടക്കൽ കത്തിവച്ചു, യാഥാസ്ഥിക വിഭാഗത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി, സകലമാന അന്ധവിശ്വാസികളും കടത്തിക്കൊണ്ടുവന്നു, ഇറക്കുമതി ചെയ്തു. ഈ സമൂഹത്തെ അതിന്റെ പുതപ്പിട്ട് മൂടി ആദർശരാഹിത്യത്തിന്റെ ചാണകക്കുഴിയിൽ കടക്കുമ്പോഴും മറ്റുള്ളവന്റെ കാലിൽ ചെരുപ്പിൽ അതിന്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും ഒരു തുള്ളി ചാണകമുണ്ടോ എന്ന് തെരയുന്ന ഭൂതക്കണ്ണാടി ഉണ്ടല്ലോ, അത് വലിച്ചെറിഞ്ഞ് യഥാർത്ഥ ആദർശത്തിലേക്ക് തിരിച്ചു വരുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതിന്റെ അവസാനത്തെ ഭാഗമാണെന്ത്? സിഹിർ. അതിപ്പോ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിഹിർ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പഠിപ്പിച്ചവിടെത്തി അവസാനം വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വരെ സിഹിർ ഫലിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് പറയാൻ വേണ്ടി കുറെ ന്യായങ്ങൾ നടത്തിയല്ലോ, അതിന് ഹദീസുകൾ ഓതിയല്ലോ, അതിനും ന്യായങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തൊക്കെ ചെയ്യേണ്ടതല്ലേ ഇരിക്കട്ടെ, ഈ കിതാബിൽ ആ മുതലുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് സംബന്ധമായിരിക്കുന്ന ഹദീസ്, ആ ഹദീസിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിക്കാം, യാതൊരു കുഴപ്പമില്ല, അതിൽ വൈരുദ്ധ്യമില്ല, യാതൊരു തകരാറുമില്ല എന്ന് വിശ്വസിക്കാം. അതിന് എതിരാകുന്ന വിധം ഖുർആനിൽ ഒരു ആയത്തിന്റെ കഷ്ടം പോലുമില്ല എന്നും വിശ്വസിക്കാം. എന്നാലും ഞങ്ങൾക്കറിയേണ്ട ചില ഉത്തരങ്ങളുണ്ട്, അത് കിട്ടിയേ മതിയാവും. എന്താ?
അള്ളാഹുവിന്റെ ഇവ തന്നെ പറയുന്നുണ്ടല്ലോ, ദിക്റും ദുആവുമുള്ള, ഈമാനും ഇഖ്ലാസുമുള്ള, തഖ്വയുള്ള, ആദർശബോധമുള്ള ആളുകൾ അവർക്ക് സിഹിർ ഫലിക്കില്ല. ഈമാനുള്ള, ഇഖ്ലാസുള്ള, തഖ്വയുള്ള, ആദർശബോധമുള്ള, ദിക്റും ദുആവുമുള്ള ആളുകൾക്ക് സിഹിർ ഫലിക്കില്ല. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകരെക്കാൾ, മുത്ത് നബിയേക്കാൾ ഈമാനുള്ള, ഇഖ്ലാസുള്ള, തഖ്വയുള്ള, ആദർശബോധമുള്ള, ദിക്റും ദുആവുമുള്ള ഏതൊരു മനുഷ്യനെയാണ് നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് വേറെ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ആ പ്രവാചകർക്കാണ് സിഹിർ ബാധിച്ചു എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കാൾ വലിയ അക്രമികൾ, താന്തോന്നികൾ ഈ നാട്ടിൽ വേറുണ്ടാവോ? ആലോചിക്കുക. തീർന്നില്ല. ഒന്നതാണ് വിഷയം. രണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സിഹിർ ഫലിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ച പോലും ഉത്തരവാദപ്പെട്ടവർ പറയാ, ഇന്നലെ ഇപ്പൊ ഏത് ഭാര്യന്റെ അടുത്ത് പോയി, ഇന്ന് ഏത് ഭാര്യന്റെ അടുത്തേക്കാ പോവുക, അതുപോലും അറിയാത്ത, സ്വന്തം ഭാര്യമാരെ പോലും തിരിച്ചറിയാത്ത അന്തമില്ലാത്തൊരവസ്ഥ പ്രവാചക തിരുമേനിക്ക് വന്നു എന്നാണ് സിഹിർ ഫലിച്ചു എന്ന് വാദിക്കുന്നവർ കൂടെ പറയുന്നത്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അത് എത്ര ദിവസമായിരുന്നു? നിങ്ങൾ തന്നെ പറയുന്നത് ഒരു റിപ്പോർട്ടിൽ 40 ദിവസം, വേറെ ഒരു റിപ്പോർട്ടിൽ 6 മാസം. 6 മാസം വേണ്ട, നമ്മൾ കുറച്ചെടുക്കാം. 40 ദിവസം. ഈ 40 ദിവസം സിഹിർ ബാധിച്ച് അന്തമില്ലാത്ത അവസ്ഥയിലാണ് പ്രവാചക തിരുമേനി കഴിഞ്ഞുകൂടിയത് എങ്കിൽ, ഞാൻ നേരത്തെ ഓതിയിരിക്കുന്ന ആയത്തിന്റെ അർത്ഥം എന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഈ 40 ദിവസം ഒഴിച്ചു നിർത്തണം എന്നാണ് അതിനർത്ഥം. അന്തമില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിയാത്ത, സ്വന്തം ഭാര്യമാരെ പോലും തിരിച്ചറിയാത്ത ഒരു പ്രവാചകരിൽ നിന്ന് നമുക്ക് എന്ത് മാതൃക സ്വീകരിക്കാനുണ്ട്? ഈ 40 ദിവസം അല്ലെങ്കിൽ 6 മാസം അള്ളാഹുവിന്റെ പ്രവാചകരിൽ നമുക്ക് മാതൃകയുണ്ടോ ഇല്ലയോ? ഉത്തരം കിട്ടണം. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ പ്രവാചകർ ഈ ലോകത്തോട് ഇവിടെ പറയുന്ന മുമ്പ് രോഗിയായി കിടന്നപ്പോ പള്ളിയിൽ ഇമാം നിൽക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നിർദ്ദേശം കൊടുത്തല്ലോ. അതേ പ്രവാചകർ പല യാത്രകൾക്ക് പോകുമ്പോഴും മദീനത്തെ പള്ളിയിൽ ആര് ഇമാം നിൽക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 6 മാസമോ 40 ദിവസമോ സിഹിർ ബാധിച്ച് അന്തമില്ലാതെ ഭാര്യമാരെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയാണ് പ്രവാചകർ കഴിഞ്ഞുകൂടിയത് എങ്കിൽ, അത്രയും ദിവസം മസ്ജിദുൻ നബവിയിലെ പ്രവാചകരുടെ പള്ളിയിലെ ഇമാമും ഖതീബും ആരായിരുന്നു? ആരെയാ നിർദ്ദേശിച്ചത്? ആരെയാ നിശ്ചയിച്ചത്? അങ്ങനെ ഒരു നിർദ്ദേശവും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹദീസ് ഒരൊറ്റ ഹദീസിൽ ഒതുങ്ങില്ല, ഒരു റിപ്പോർട്ടിൽ ഒതുങ്ങില്ല. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് സുഹാബികൾ പൂർണ്ണമായും അത് മനസ്സിലാക്കിയിരിക്കും. ആ റിപ്പോർട്ട് മുത്തവാത്തിറായി ഉദ്ധരിക്കപ്പെടും. ഉണ്ടോ? സുഹാബികൾ അറിഞ്ഞോ? മനസ്സിലാക്കിയോ? ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ സുഹാബികൾ അറിയാതെ പോവോ? ഏതോ 1-2 ആൾക്കാർ സ്വകാര്യമായി അറിഞ്ഞ കാര്യമാണത്? അവരിൽ മാത്രം പരിമിതമാണോ ഇത്? ഇതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത്, ഖുർആനിൽ ആയത്ത് വായിച്ചാൽ മനസ്സിലാകും എന്താ പറ്റിയെന്നുള്ളത്. അക്രമികളാ പറഞ്ഞത്, നിങ്ങൾ പിന്തുടരുന്നത് കേവലം സിഹിർ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മാത്രമാണ്. നിങ്ങൾ സിഹിർ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ മാത്രമാണ് പിന്തുടരുന്നത്. ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. പ്രവാചകരെ, താങ്കൾക്കെതിരെ അവർ ആരോപിച്ചിരിക്കുന്ന ഉപമകൾ എന്തെല്ലാമാണ്? അതിന്റെ പേരിൽ അവർ വഴിപഴച്ചിരിക്കുന്നു. ഒരു കാലത്തും അവർ ഇനി നന്നാകൂല. ഇതാ കണ്ടു. തിരുത്തി എന്ന് പറഞ്ഞിട്ടും തിരുത്താതെ, പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടും പിൻവലിക്കാതെ, പിന്തള്ളി എന്ന് പറഞ്ഞിട്ടും പിന്തള്ളാതെ, പിന്നെയും അതിങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുന്ന എന്താ? അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു, സിഹിർ വലിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ അക്രമികളായ വഴിവളച്ച അവർക്ക് ആ വാദഗതി പിൻവലിക്കാതെ യഥാർത്ഥ മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന വിശുദ്ധ ഖുർആന്റെ വാക്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി നന്നാവാൻ കഴിയണമെങ്കിൽ, ഇനി നിങ്ങൾ നന്നാവണമെങ്കിൽ
അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ നിന്ന് സ്വയം പിന്തിരിയുവാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായി സാധിക്കണം. അന്നേ നന്നാവൂ. അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? എല്ലാ ബർക്കത്തും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റേതാ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത്, അധികാരമുള്ളത്, അവന്റെ കയ്യിലാണ് എല്ലാ ബർക്കത്തുമുള്ളത്. അത് മുടിയുടെ അധിപനല്ല, അത് പല്ലിന്റെ അധിപനല്ല, എല്ലിന്റെ അധിപനല്ല, വിസർജങ്ങളുടെ അധിപനല്ല, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അധിപനല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അധിപൻ, പ്രപഞ്ചത്തിന്റെ അധികാരി, ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകരുമായ റബ്ബ്, അവന്റെ കയ്യിലാണ്, ആധിപത്യമുള്ളവന്റെ കയ്യിലാണ് സകലമാന ബർക്കത്തുള്ളത്. ആ ബർക്കത്ത് തേടാൻ അവനോട് പ്രാർത്ഥിക്കണം, അവനോട് പറയണം, അവനെ പൂജിക്കണം, അവനെ ആരാധിക്കണം, അവന് വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെയാണല്ലോ. ആരോഗ്യത്താണല്ലോ വേണ്ടത്? അള്ളാഹു നൽകുന്ന ആ ബർക്കത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് തേടുന്ന, അവനിലേക്ക് തിരിയുന്ന, വിശ്വാസം ആ വഴിക്ക് തിരിച്ചുവിടുന്ന, അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കുന്ന, അതിനെ ക്രമീകരിക്കുന്ന നല്ലവരായ നവോത്ഥാന ചിന്തയിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ആ സെൽവൃത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അന്ധവിശ്വാസങ്ങൾക്കും പിന്നെ ആത്മീയ വാണിഭത്തിനുമെതിരെയുള്ള ഈ സംഗമം അവസാനിക്കുകയില്ല. ഇത് തുടരുകയാണ്. നാടിന്റെ നാനാ ദിക്കിലും നാനാ പ്രദേശങ്ങളിലും ഈ സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ആത്മീയ വാണിഭങ്ങൾക്കെതിരെ, അധാർമികതക്കെതിരെ ശക്തമായി, യുക്തമായി, സജീവമായി പ്രതികരിച്ച് മുന്നോട്ട് പോകുവാൻ നവോത്ഥാന പ്രസ്ഥാനം ഉണർന്നിരിക്കുന്നു. അവർ പ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുന്നു. മറ്റൊന്നും അവർക്ക് തടസ്സമല്ല. ഏഷണിയോ ഭീഷണിയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഈ ആദർശധാരയിൽ അവസാന ശ്വാസം വരെ പൊരുതാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകന്മാരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പടച്ചതമ്പുരാൻ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും, അസത്യത്തെ അസത്യമായി മനസ്സിലാക്കുവാനും അത് പുറന്തള്ളുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരൻ ബഹുമാനായ അബ്ദുറഹ്മാൻ മൗലവിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന എല്ലാ പാപങ്ങളും അവൻ പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം അവൻ വിശാലപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഇന്നലകളിൽ കഴിഞ്ഞു പോയിരിക്കുന്ന, ഇന്നലകളിൽ വിട പറഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി പലതരക്കും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മാതാപിതാക്കളിലും മക്കളിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ മുതിർന്ന പണ്ഡിതന്മാരിലും നേതാക്കന്മാരിലും ഒക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അറിയുന്ന തമ്പുരാനെ അവർക്കെല്ലാം ശിഫ നൽകി, ആരോഗ്യം നൽകി, അനുഗ്രഹം നൽകി ഇനിയും ഈ ദീനിന്റെ മാർഗത്തിൽ ശക്തമായി സജീവമായി നിലകൊള്ളുവാൻ അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിശുദ്ധ ഖുർആനും പ്രവാചകത്തെയും കൃത്യമായി പഠിച്ചു പകർത്തി നല്ലവരായി ജീവിച്ചു മരിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه وتوفنا مسلمين والحقنا بالصالحين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنه مع الابرار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمه الله. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് KNM ഓഫീസ്, മർക്കസ് ഉദവ, ആറം റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക, ഉടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പങ്ക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥിതികയ്ക്കും നവയാഥാസ്ഥിതികയ്ക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, ഉടവ കുടുംബമാസിക, മർക്കസ് ഉദവ, ആറം റോഡ്, കാലിക്കറ്റ്.